പക്ഷെ ഹിറ്റ്ലർ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരുന്ന കാലത്ത്, അതായത് 1939 എന്തായിരുന്നു സ്റ്റാലിൻ ചെയ്തിരുന്നത്? നാസിസം, ഫാസിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങളോട് ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കിടെ നിയമസഭയിൽ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് 1939 സ്റ്റാലിൻ ഹിറ്റ്ലറുമായിട്ട് ഒരു കരാറിലേക്ക് പോകുന്നതിനുണ്ടായ സാഹചര്യം യഥാർത്ഥത്തിൽ എന്തായിരുന്നു? സോവിയറ്റ് റഷ്യ പതിയെ വളർന്ന് വികസിച്ച് ലോകരാഷ്ട്രങ്ങളുടെ തന്നെ നേതൃപദവിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അന്ന് സോവിയറ്റ് റഷ്യ തകരാതിരിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് ഹിറ്റ്ലറെ തടുത്തു നിർത്തുക എന്ന ഒരു ടാക്ടിക്കൽ ലൈൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം കരാർ വരുന്നത്. നോക്കൂ, മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാലത്തും നാസിസത്തെയും ഫാസിസത്തെയും എതിർത്തിട്ടില്ല. അത് ബോധപൂർവമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അക്രമമാണ് എന്ന് മാത്രമേ നമുക്കതിനെ പരിഗണിക്കേണ്ടതുള്ളൂ. അത് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിമിതി, ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെയൊക്കെ നടന്ന വീഴ്ചകളെ മുഴുവനും ചുമക്കാനുള്ള ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. കോൺഗ്രസിന് അങ്ങനെ ബാധ്യതയില്ല. കാരണം കോൺഗ്രസിന് ഇന്ത്യക്ക് പുറത്ത് ഒരു രാഷ്ട്രീയമില്ല. ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും നടന്ന ഭരണവുമായിട്ട് അതിനെ കോർത്തിണക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് ഇന്ത്യയിൽ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ മാത്രമാണ് അവരുടെ ബാധ്യതയായിട്ട് വരുന്നത്. ഇന്ത്യയിൽ അവർ നടത്തിയ അതിഭീകരമായിട്ടുള്ള അഴിമതിയിൽ അടിയന്തരാവസ്ഥക്കാലം എന്ന ഇന്ത്യയിലെ സ്വേച്ഛാധിപത്യമാണ് കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ട് ഉയർത്തുന്നത്. എങ്ങനെ ഇന്ദിരാഗാന്ധി ഹിറ്റ്ലറായി? അന്ന് എനിക്ക് തോന്നുന്നു ഒ വി വിജയന്റെ ഒരു കാർട്ടൂൺ ഉണ്ട്, വന്നല്ലോ നേരം വൈകാതെ തീവണ്ടി, എന്നുവെച്ചാൽ സ്വേച്ഛാധിപത്യം വരുന്നതിന് ഇടതടവില്ലാത്ത കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ള സൂചനയായിരുന്നു ഒ വി വിജയൻ അതിനകത്ത് കാണിച്ചത്. അപ്പൊ ഇന്ത്യയിൽ അത്രമാത്രം പൗരാവകാശം മെതിക്കപ്പെട്ട തുർക്കുമൻ ഗേറ്റ് പോലെയുള്ള സ്ഥലത്ത് വളരെ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ മേൽ ബുൾഡോസർ കയറ്റുക. നമ്മളിപ്പോ മോദിയുടെ ആളുകളുടെ ബുൾഡോസർ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈ ബുൾഡോസർ രാഷ്ട്രീയം ഇന്ത്യയിൽ കൊണ്ടുവന്ന കോൺഗ്രസ് ആണ്. തുർക്കുമൻ ഗേറ്റ് ഇടിച്ച് നിരത്തി അവിടെ ഉണ്ടായിരുന്ന ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ കൂരകൾ മുഴുവൻ തകർത്തരിപ്പണമാക്കി സൗന്ദര്യവൽക്കരണത്തിന്റെ പേരിൽ. അടിയന്തരാവസ്ഥക്കാലത്ത് വഴിയിലൂടെ വന്ന എത്രയോ ചെറുപ്പക്കാരെയാണ് അവരെ പിടിച്ച് വന്ധീകരിച്ചു. കല്യാണവും കഴിഞ്ഞിട്ടുണ്ടാവില്ല. കുടുംബാസൂത്രണത്തിന്റെ പ്രൊമോഷൻ നിലക്കാണ് അത്തരം പരിപാടികൾ ചെയ്തത്. അങ്ങനെ വളരെ വളരെ ദുരന്തപൂരിതമായിട്ടുള്ള ഒരു കാലം ഇന്ത്യയിൽ നിർമ്മിച്ച കോൺഗ്രസ്സാണ്, കമ്മ്യൂണിസ്റ്റുകാരല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ ബാധ്യത എന്ന് പറഞ്ഞാൽ റഷ്യയിലെ സ്റ്റാലിൻ്റെ അതിഭീകരമായിട്ടുള്ള സ്വേച്ഛാധിപത്യം, സൈബീരിയയിലേക്ക് അദ്ദേഹം നാടുകടത്തി കൊന്നുകളഞ്ഞതായിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യര്. അതേപോലെ തന്നെയാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഉണ്ടാക്കി നിരവധി ആളുകളെ കൊന്നുകളഞ്ഞു. അതിനെ കൂട്ടക്കശാപ്പ് നടത്തിയ സ്റ്റാലിനിസത്തിന്റെ ക്രൂരതകൾ അത് മുഴുവൻ ചുമക്കാൻ ബാധ്യസ്ഥരായത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് അതവിടെ മാത്രമല്ല, ചെഷസ്കിന്റെ, പോൾപോട്ടിന്റെ, അങ്ങനെ എത്രയോ സ്ഥലങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഭീകര ഭരണകൂടമായി മാറിയിട്ടുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ പാഭാരം ഇവിടെ വർത്തമാനം പറയുമ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തോളിലെടുത്ത് വെക്കാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള ആ ഭീകരത സൃഷ്ടിച്ച ബാധ്യത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചുമക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ള, പക്ഷെ അത് മുഴുവനും ചുമക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ്. നമുക്ക് തിരിച്ച് 1939 പോവാം. ഹിറ്റ്ലർ എന്താണ് അന്ന് ജർമ്മനിയിൽ ചെയ്തത്? ജർമ്മനിയിൽ 60 ലക്ഷം ജൂതരെയാണ് അദ്ദേഹം കശാപ്പ് ചെയ്തത്. അതിൽ എത്രയോ പേർ കമ്മ്യൂണിസ്റ്റുകാരായിട്ട്, എത്ര 10,000 വരുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഹിറ്റ്ലർ അന്ന് ജർമ്മനിയിൽ കൊന്നു തീർത്തത്. അപ്പൊ നാസിസത്തെ എതിർത്തതിന്റെ പേരിലാണ്
ഫാസിസത്തെ എതിർത്തതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കശാപ്പ് ചെയ്യപ്പെട്ടത്. എന്താണ് സതീശന് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ അറിയാം. പക്ഷെ സതീശന് എന്ത് ചെയ്യാം? അതൊക്കെ വിളിച്ചു പറയാം. എന്ത് നുണ പറഞ്ഞതിനും ഒരു പ്രശ്നമില്ല. അപ്പോൾ ബോധപൂർവം തന്നെ നുണ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ നാസത്തെയും ഫാസിസത്തെയും എതിർത്തിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു കഥയില്ല. നമ്മൾ കൃത്യമായിട്ട് സ്റ്റാലിൻ്റെ ഫാസിസം അതിനെ നമ്മൾ എതിർക്കുന്ന ആളാണ്. പോൾപോട്ടിന്റെ ഫാസിസത്തെ എതിർത്തിട്ടുള്ളവരാണ്. ചെഷസ്കിന്റെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തെ എതിർത്തിട്ടുള്ളവരാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആവണമെന്നില്ല. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന വളരെയധികം ആളുകൾ, ഭരണകൂടത്തിന്റെ ഭാഗമല്ലാത്ത ആളുകൾ ഇതിനൊക്കെ എതിർക്കുന്നവരാണ്. മാഷിനിപ്പോ അത് കൃത്യമായിട്ട് അത് പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എത്രയോ ആളുകൾ സ്റ്റാലിനെ ന്യായീകരിക്കുന്നവരുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടാകാം. സ്റ്റാലിനെ ന്യായീകരിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകും. അവരോട് സതീശൻ അങ്ങനെയൊക്കെ സംസാരിക്കാം, സ്റ്റാലിനിസ്റ്റുകൾക്ക് എതിരെ സംസാരിക്കാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് നാസിസത്തെയും ഫാസിസത്തെയും എതിർത്തില്ല എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. ശരിക്കും പറഞ്ഞു അറിഞ്ഞുകൊണ്ട് പറയുന്ന, അറിയാൻ പാടില്ലല്ല, കൃത്യമായിട്ട് അറിയായ കാര്യങ്ങളല്ല. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? പിണറായി വിജയനും സംഘത്തിനും എതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് അയാൾ അത് ഉയർത്തിവിടുന്നു, അത്രമാത്രമേ ഉള്ളൂ. 1941 ഹിറ്റ്ലർ മോസ്കോ ആക്രമിച്ചപ്പോഴാണ് സ്റ്റാലിൻ നിലപാട് മാറ്റിയത്. അപ്പോഴാണ് കേരളത്തിലെയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരും നിലപാട് മാറ്റിയത്. മുഖ്യമന്ത്രി പറയുന്നതാണ്. അതെ, മുഖ്യമന്ത്രി പറയുന്നതിലേക്കുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റുകാര് നാസിസത്തെയും ഫാസിസത്തെയും എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാസിസവും ഫാസിസവും തിന്നു തീർത്ത കമ്മ്യൂണിസ്റ്റുകാരല്ലേ. ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നടക്കിയതാണ് നാസിസവും ഫാസിസവും. നാസിസം ഫാസിസം എന്ന് പറഞ്ഞാൽ രണ്ട് വാക്ക് ഉപയോഗിക്കണം തന്നെയാണ്. ഫാസിസം എന്ന് പറയുന്നത് ആരാണ് ഉപയോഗിച്ചത്? മുസോളിനിയാണ് ഉപയോഗിച്ചത്. ഇറ്റലിയിലെ മുസോളിനിയുടെ പ്രയോഗമാണ് ഫാസിസം എന്ന് പറയുന്നത്. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ പ്രയോഗമാണ് നാസിസം. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നാസി പാർട്ടി എന്നാണ്. അപ്പൊ ഈ നാസി പാർട്ടി മുന്നോട്ട് വെച്ച സ്വേച്ഛാധിപത്യമാണ് നാസിസമായിട്ട് അറിയപ്പെട്ടത്. പിന്നീട് നമുക്ക് പറയാൻ പറ്റില്ല, അതിക്ക് മുന്നേ തന്നെ മുസോളിനി എന്ത് ചെയ്തിരുന്നു? അത് ഉപയോഗിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളിൽ, ഇറ്റലിയിലായി കഴിഞ്ഞാലും ജർമ്മനിയിലായി കഴിഞ്ഞാലും കശാപ്പിന് വിധേയമാക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാത്തതിൻ്റെ പേരിലാണ് അവരെയൊക്കെ ശിരച്ചെറിഞ്ഞത്. അല്ല, അവരതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യത്തെ എതിർത്തവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമായിട്ടുള്ള പ്രസ്താവന മാത്രമാണ്. എന്നാൽ എന്തുകൊണ്ട് 1939 ഈ ഒരു സന്ധി ചെയ്യേണ്ടി വന്നു? അങ്ങനെ സന്ധി ചെയ്യേണ്ടി വന്നതിന്റെ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല. സോവിയറ്റ് യൂണിയൻ വളർന്ന് വികസിച്ചു വരുന്ന സമയത്ത് അത് തകരാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജിക്കൽ പോളിസി എന്ന നിലക്കാണ് അത് എടുക്കുന്നതും. ആ സന്ധി കൊണ്ട് കുറച്ചു നാളത്തേക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് സോവിയറ്റ് യൂണിയനും അതേപോലെ തന്നെ ജർമ്മനിയും തമ്മിൽ കൊടിയ യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധം എന്ന് പറയുന്നത് ചരിത്രത്തിൽ സമാനതകളില്ലാത്തതായിട്ടുള്ള യുദ്ധമായിരുന്നു. എണ്ണമറ്റ റഷ്യൻ പട്ടാളക്കാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെമ്പട മരിച്ചു വീണിട്ടാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഈ ലെനിൻഗ്രാഡ് അതിനടുത്തേക്ക് വരെയും മിക്കവാറും ആരെത്തിക്കഴിഞ്ഞിരുന്നു. നാസിപ്പട എത്തി. പക്ഷേ കാലാവസ്ഥയും അതേപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്തതായിട്ടുള്ള പോരാട്ടം കൊണ്ട് അവസാനം അവരെ തോൽപ്പിച്ച് ഓടിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ തോൽപ്പിച്ച് ഓടിച്ചത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലോകം ഹിറ്റ്ലറുടെ പിടിയിൽ പെടാതെ പോയത് എന്നത് ചരിത്രം. ആ ചരിത്രം സതീശൻ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ലോകം ഹിറ്റ്ലറുടെ കയ്യിൽ അമർന്നു പോകുമായിരുന്നു. അപ്പോൾ ലോകത്തെ ഹിറ്റ്ലർക്ക് കീഴടക്കാൻ പറ്റാത്ത തരത്തിൽ ഹിറ്റ്ലർ പ്രതിരോധിച്ചതിൽ വലിയൊരു പങ്കെന്ന് പറയുന്നത് റഷ്യയിലെ ചെമ്പടയുടെയാണ്. നമുക്ക് പക്ഷേ ഇതിനകത്ത് ചെമ്പടയെ ന്യായീകരിക്കാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് സതീശൻ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുമ്പോൾ അത് ശരിയാണ് എന്ന് പറയേണ്ടതില്ല എന്ന നിലയ്ക്ക് പറഞ്ഞു മാത്രമേ ഉള്ളൂ. റഷ്യയിൽ എന്ത് സംഭവിച്ചാലും നമുക്കെന്താണ് പ്രശ്നം? പക്ഷേ പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ റഷ്യയിൽ മഴ പെയ്യുമ്പോൾ ഇവിടെ കുട പിടിക്കും എന്നുള്ളത് ഒരു തമാശയായിരുന്നു. എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസത്തിന്റെ ഒരു ആഗോള പെർസ്പെക്റ്റീവ്, അതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ എന്ത് സംഭവിച്ചാലൊക്കെ ശരിയാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ടായി. ചൈനയിൽ എന്ത് സംഭവിച്ചാലൊക്കെ ശരിയാണെന്ന് പറയുന്നതായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലുണ്ടായി. അതുകൊണ്ടാണ് ചെയർമാൻ മാവോ ഞങ്ങളുടെ മാവോ എന്ന് വിളിച്ചിരുന്നത്. ഇതൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഭാഗമായി സംഭവിച്ചു പോയ ചരിത്രാംശങ്ങൾ മാത്രമാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെ കൃത്യമായിട്ട് നിയമസഭയിൽ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. അദ്ദേഹം പറഞ്ഞത് നിർണായക സാഹചര്യത്തിലാണ് ഹിറ്റ്ലറുമായി സ്റ്റാലിൻ കരാർ ഒപ്പുവെച്ചത്.
സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അധിക നാളുകളായിരുന്നില്ല. പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഒഴിവാക്കാനുള്ള അടവു നയമായിരുന്നു ഹിറ്റ്ലറുമായുള്ള കരാർ. ആ അവസരം ഉപയോഗിച്ചാണ് സോവിയറ്റ് യൂണിയൻ ശക്തിപ്പെട്ടതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് സോവിയറ്റ് യൂണിയൻ 1917 നിലവിൽ വന്നിട്ടുണ്ട്. ഹിറ്റ്ലറും സ്റ്റാലിനും ചെയ്തിരുന്നത് ഒരേ ജോലിയാണ്, ആളെ കൊല്ലുക എന്നതായിരുന്നു. രണ്ടു പേരുടെയും ശൈലി. അതുകൊണ്ടാണ് ഇരുവരും ഒരുമിച്ചത്. സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സ്റ്റാലിനെ ഭയമായിരുന്നു. ഫാസിസത്തിനും നാസിസത്തിനുമെതിരെ സ്റ്റാലിന് ഒരു നിലപാടും ഉണ്ടായിരുന്നില്ല. എതിരാളികളെ മുഴുവനും സൈബീരിയയിലേക്ക് നാടുകടത്തിയ ആളാണ് സ്റ്റാലിൻ. ഇതൊക്കെ നമ്മൾ സംസാരിച്ചല്ലോ. സൈബീരിയയിലേക്ക് നിരവധി ആളുകൾ നാടുകടത്തി. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും സെൻട്രൽ കമ്മിറ്റിയിലും നിരവധി ആളുകൾ കശാപ്പ് ചെയ്തു. അതുകൊണ്ടാണല്ലോ സ്റ്റാലിൻ നമ്മൾ എതിർക്കുന്നത്. പക്ഷേ ഈ രണ്ടുപേരുടെയും ശൈലി ഒന്നല്ല. ചരിത്രത്തിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിറ്റ്ലറെ എങ്ങനെ സ്റ്റാലിൻ നേരിട്ടു, എന്താണ് അത് സതീശൻ പറയാതിരുന്നത്? ഇതൊക്കെ ശരിയാണ്. സ്റ്റാലിനെതിരെ ആക്ഷേപങ്ങളുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ലെന്ന്. അതിക്രൂരമായ ഒരു കാലഘട്ടം, അതിനെ നമ്മൾ എതിർക്കും. ഇന്നത്തെ കാലത്ത് എന്താണ് അച്ചിലല്ല കമ്മ്യൂണിസ്റ്റ് സംഭാഷണങ്ങൾ പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ ഒരു വൈരുദ്ധ്യം വരുന്നത് രണ്ടുപേരുടെയും ഒരേ ശൈലിയാണെന്നുള്ളതാണ്. ആളെ കൊല്ലുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആളെ കൊല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരു ആളെ കൊല്ലുന്ന പ്രത്യയശാസ്ത്രത്തിനെതിരെ നിൽക്കാൻ പറ്റുക? അല്ല, കമ്മ്യൂണിസത്തിന്റെ പ്രത്യയശാസ്ത്ര രീതികൾ എന്ന് പറയുന്നത് നാസിസത്തിന്റെ ഫാസിസത്തിന്റെ അല്ലല്ലോ. എന്താണ് ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്? എല്ലാ അധികാരങ്ങളും ജനങ്ങൾക്ക് നൽകി, പോലീസോ കോടതിയോ ഒന്നുമില്ലാത്ത ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മഹത്തായിട്ടുള്ളൊരു രാഷ്ട്രസങ്കല്പമാണ് മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. അതീവ രസകരമായിട്ടുള്ളൊരു രാഷ്ട്രസങ്കല്പം. അതാർക്കും ഇതുവരെ ലോകത്ത് മുന്നോട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. അതിനേറ്റവും രസകരമായ, നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ നിങ്ങളെ നിയന്ത്രിക്കാനായിട്ട് പോലീസോ പട്ടാളമോ ഒന്നുമില്ല. ജനങ്ങൾ തന്നെയെല്ലാം നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറയുന്ന സാധനം. അതൊക്കെ ഒരു സ്വപ്നം മാത്രമാണ്. പക്ഷെ ആ സ്വപ്നത്തിലേക്ക് നടന്ന് കയറാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പ്രയോഗവൽക്കരണം എല്ലായിടങ്ങളിലും പാളി തകർന്ന് തരിപ്പണമായതാണ് എന്നാണ് ചരിത്രം നമ്മളെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ റഷ്യയിലെ സ്റ്റാലിൻ, ലെനിൻ പോലും അങ്ങനെ ആയിരുന്നു. വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള സമീപനങ്ങളാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. ഇവരൊക്കെ എതിർക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷം മാത്രമാണ്. ക്രൂഷ്യേവ് എന്ന് പറയുന്ന ഒരാൾ വരുമ്പോഴാണ്. അയാൾ ജനാധിപത്യവാദിയായിരുന്നു. അല്ല, അയാൾ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്ത് അത് സ്വകാര്യമായ താല്പര്യത്തിന് ഉപയോഗിക്കുന്ന ഒരു ആളായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അങ്ങനെ പോയി ഗോർബച്ചോവ് വരുമ്പോഴാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, ഇല്ലാതായി പോകുന്നത്. ഗോർബച്ചോവ് റഷ്യയെ ശരിക്കും പറഞ്ഞാൽ പിരിച്ചുവിട്ട ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹമാണത് പിരിച്ചുവിടുന്നത്, അതില്ലാതാവുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള വികാസവും പരിണാമമൊക്കെയാണ് ഇന്ന് ലോകത്ത് ഈ ദുരന്തത്തിൽ എത്തി നിൽക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. കാരണം നേരത്തെ രണ്ട് ശാക്തീയ ചേരികളായിട്ടാണ് ലോകം നിലനിന്നിരുന്നത്. 2 പവർ ബ്ലോക്സ്, ഇരുധ്രുവ ലോകം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒന്ന് അമേരിക്കൻ ബ്ലോക്ക്, മറ്റൊന്ന് സോവിയറ്റ് റഷ്യയുടെ ബ്ലോക്കുമായിരുന്നു. അന്ന് ലോകത്ത് എവിടെയും ഒരു രാഷ്ട്രത്തിനും കയറി അനാവശ്യമായിട്ട് ആക്രമിക്കാൻ കഴിയുമായിരുന്നില്ല. ചോദിക്കാൻ ആളുണ്ടായിരുന്നു. അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അക്രമം നടത്തുന്നതെങ്കിൽ അത് സോവിയറ്റ് റഷ്യ ചോദ്യം ചെയ്യും. അതിനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു എന്നുള്ള. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ, പലസ്തീൻ എന്ന് പറഞ്ഞ സാധനം തേച്ച് ഇല്ലാതാക്കി ഒന്നുമില്ല. ഇസ്രായേൽ എന്തെല്ലാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക അതിന് കൂട്ടു നിൽക്കുന്നു. മറ്റാരുണ്ട് ചോദിക്കാൻ? ആരും ചോദിക്കാൻ? അപ്പൊ ഇന്നത്തെ ഏക ധ്രുവ ലോകത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി സോവിയറ്റ് യൂണിയന്റെ വലിയ തകർച്ചയാണ്. ചരിത്രത്തിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുത് തന്നെയാണ്. അതൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ചരിത്രത്തിന്റെ ഭാഷയുള്ള സംഭാഷണങ്ങളാണ്. നമുക്ക് നിയമസഭയിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നതായിട്ടുള്ള വി ഡി സതീശന് വിജയിക്കാൻ ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനം നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരം വർത്തമാനങ്ങൾ പറയുന്നത് ഇന്നത്തെ കാലത്തെ രാഷ്ട്രീയ ഫാഷനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അക്കാഡമിക് സ്വഭാവമുള്ള വിഷയത്തെ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ വിജയത്തിന് വേണ്ടിയിട്ട് വളച്ചൊടിച്ച് പ്രയോഗിക്കുന്ന രീതി, അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് സതീശനിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷെ സതീശൻ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ 1939 ഹിറ്റ്ലർ നടത്തിയ മനുഷ്യഹത്യ, വംശഹത്യ, കൂട്ടക്കൊല, 60 ലക്ഷം ആളുകളാണ് ഗ്യാസ് ചേമ്പറുകളിൽ എരിഞ്ഞിറങ്ങി. അതിലെത്രയോ 10,000 കണക്കിന്
കമ്മ്യൂണിസ്റ്റുകാരുണ്ടായി നശിപ്പിച്ച് കളയാണ്. അപ്പോൾ ഹിറ്റ്ലർക്ക് ഒപ്പം നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഹിറ്റ്ലർ കൊന്ന്